ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും CPO ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഭരണഘടന ക്ലാസ്സുകൾ, ഇതെല്ലാം മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളത്തിൻ്റെയൊക്കെ ആണെങ്കിൽ 10-80ഓളം മോക്ക് ടെസ്റ്റ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കൂടിയേ കണ്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. സഹജ സ്വഭാവം. സഹജ സ്വഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ എ സത്വം, ഓപ്ഷൻ ബി ആപാദചൂഡം, ഓപ്ഷൻ സി ആത്മീയം, ഓപ്ഷൻ ഡി ഗർണനീയം. സഹജ സ്വഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, സത്വം. സത്വം എന്നതാണ് സഹജ സ്വഭാവം കേട്ടോ. സഹജ സ്വഭാവം എന്നതിൻ്റെ ഒറ്റപ്പദമാണ് സത്വം. അതുപോലെ ഓപ്ഷൻ ബി നോക്കിയേ, ആ വായല്ല കേട്ടോ, ആ പാത എന്നാണ്, ആ പാത ചൂടം എന്നാണ്. അപ്പോൾ ആ പാത ചൂടം, പാദം മുതൽ ശിരസ് വരെ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആപാത ചൂടം. പാദം മുതൽ ശിരസ് വരെ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആപാത ചൂടം. ഇനി ഓപ്ഷൻ സി ആത്മീയം. ആത്മാവിനെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആത്മീയം. ആത്മാവിനെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആത്മീയം. ഇനി ഓപ്ഷൻ ഡി ഗർണനീയം. ഉപേക്ഷിക്കത്തക്കത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഗർണനീയം. ഉപേക്ഷിക്കത്തക്കത് എന്നതിൻ്റെ ഒറ്റപ്പദം ഗർണനീയം. അപ്പോൾ ഒന്നുകൂടി പറയാം. സഹജ സ്വഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം സത്വം. പാദം മുതൽ ശിരസ് വരെ എന്നതിൻ്റെ ഒറ്റപ്പദം ആപാദചൂഡം. ആത്മാവിനെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആത്മീയം. അതുപോലെ ഉപേക്ഷിക്കത്തക്കത് എന്നതിൻ്റെ ഒറ്റപ്പദം ഗർണനീയം കേട്ടോ. ഇത് നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് തന്നെ പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ അധ്യാപകന്മാർ, ഓപ്ഷൻ ബി മടിയർ, ഓപ്ഷൻ സി പുഴകൾ, ഓപ്ഷൻ ഡി മിടുക്കികൾ. അലിംഗ ബഹുവചനമാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? മടിയറാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, മടിയർ. മടിയർ എന്ന് പറയുമ്പം നമുക്കവിടെ ലിംഗം കണ്ടെത്താൻ സാധിക്കത്തില്ല. അതിൽ സ്ത്രീകളും വരും പുരുഷന്മാരും വരും മടിയറിൽ അല്ലേ. അപ്പോൾ അതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്, ലിംഗം കണ്ടെത്താൻ സാധിക്കാത്തത്. ഇനി ഓപ്ഷൻ എയും ഡിയും നോക്കിയേ, അധ്യാപകന്മാർ മിടുക്കികൾ. അവിടെ നമുക്ക് ലിംഗം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലേ. അധ്യാപകന്മാർ എന്ന് പറയുമ്പം പുരുഷന്മാരാണ്, അതുപോലെ മിടുക്കികൾ എന്ന് പറയുമ്പം സ്ത്രീകളാണ്. അപ്പോൾ അവിടെ ലിംഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് അത് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇനി ഓപ്ഷൻ സി പുഴകൾ. പുഴകൾ എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? നപുംസകലിംഗമാണ് അല്ലേ. നപുംസകലിംഗത്തിലാണ് പുഴകൾ വരുന്നത്. നപുംസകലിംഗ ബഹുവചനത്തിലാണ് പുഴകൾ വരുന്നത്. അടുത്ത ചോദ്യം, കവല വരെ പോയി എന്ന വാക്യത്തിലെ ദ്യോതകം ഏതാണ്? കവല വരെ പോയി എന്ന വാക്യത്തിലെ ദ്യോതകം. ഓപ്ഷൻ എ കവല, ഓപ്ഷൻ ബി പോയി, ഓപ്ഷൻ സി വരെ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ? വരെയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, വരെ. വരെ എന്നതാണ് ഈ വാക്യത്തിലെ ദ്യോതകം. അപ്പോൾ എന്താണ് ദ്യോതകം എന്ന് ഞാൻ ഒന്ന് പറയാം. സ്വതന്ത്രമായും അർത്ഥമില്ലാത്തതും എന്നാൽ ഒരു വാചകത്തോട് ചേരുമ്പോൾ പൂർണ്ണമായ അർത്ഥം നൽകുന്നതുമാണ് ദ്യോതകം കേട്ടോ. സ്വതന്ത്രമായും അർത്ഥമില്ലാത്തതും എന്നാൽ ഒരു വാചകത്തോട് ചേരുമ്പോൾ പൂർണ്ണമായ അർത്ഥം നൽകുന്നതുമാണ് ദ്യോതകം. ഇവ പദങ്ങളും വാക്യങ്ങളും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ഇവ പദങ്ങളും വാക്യങ്ങളും തമ്മിലുള്ള ബന്ധം, അതായത് നാമം, ക്രിയ, ഭേദകം എന്നീ ശബ്ദങ്ങളോട് ചേർന്ന് മാത്രമേ ദ്യോതകങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓ, കൊണ്ട്, കുറിച്ച്, വരെ, മുതൽ, വേണ്ടി, അഥവാ എന്നൊക്കെ പറയത്തില്ലേ, അതെല്ലാം ദ്യോതകങ്ങളാണ്. അതായത് സ്വതന്ത്രമായും അർത്ഥമില്ലാത്തതും എന്നാൽ ഒരു വാചകത്തോട് ചേരുമ്പോൾ പൂർണ്ണമായ അർത്ഥം നൽകുന്നതുമാണ് ദ്യോതകം.
കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, വരെ എന്നതാണ് ആൻസർ, ദ്യോതകം. അടുത്ത ചോദ്യം, സ്ത്രീലിംഗ ശബ്ദമേത്? മാടമ്പി. മാടമ്പി എന്നതിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ എ കെട്ടിലമ്മ, ഓപ്ഷൻ ബി തമ്പുരാട്ടി, ഓപ്ഷൻ സി അന്തർജനം, ഓപ്ഷൻ ഡി കോവിലമ്മ. മാടമ്പി എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. ഏതാണ്? പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ, കെട്ടിലമ്മയാണ് കേട്ടോ, കെട്ടിലമ്മ. മാടമ്പി എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം കെട്ടിലമ്മ. മാടമ്പി, കെട്ടിലമ്മ. അടുത്ത ഓപ്ഷൻ ബി നോക്കിയേ, തമ്പുരാട്ടി. തമ്പുരാട്ടി എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അപ്പോൾ അതിൻ്റെ പുല്ലിംഗം ഏതാണ്? തമ്പുരാനാണ് കേട്ടോ. തമ്പുരാൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് തമ്പുരാട്ടി. അടുത്തത് ഓപ്ഷൻ സി അന്തർജനം. നമ്പൂതിരി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് അന്തർജനം. നമ്പൂതിരി, അന്തർജനം. അടുത്തത് ഓപ്ഷൻ ഡി കോവിലമ്മ. പണ്ടാല. പണ്ടാല എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കോവിലമ്മ കേട്ടോ. പണ്ടാല എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കോവിലമ്മ. അപ്പോൾ ഒന്നുകൂടി പറയാം, മാടമ്പി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കെട്ടിലമ്മ. തമ്പുരാൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് തമ്പുരാട്ടി. നമ്പൂതിരി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് അന്തർജനം. പണ്ടാല എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കോവിലമ്മ കേട്ടോ. അത് 4 എഴുതിയെടുത്തോളണം. ഇത് 4 പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കരണീപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കരണീപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ കാലം തെറ്റി പ്രവർത്തിക്കുക, ഓപ്ഷൻ ബി പ്രയാസമേറിയ കാര്യം, ഓപ്ഷൻ സി അപൂർവമായ സംഭവം, ഓപ്ഷൻ ഡി അത്യധികം വിഷമിക്കുക. കരണീപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ, അപൂർവമായ സംഭവം. കരണീപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം അപൂർവമായ സംഭവം. കരണീപ്രസവം, അപൂർവമായ സംഭവം. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? നൈഷ്ഠികം. നൈഷ്ഠികം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഇതിലേതാണ് ശരി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ, നൈഷ്ഠികം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, നൈഷ്ഠികം. ആ പൂജ ഉണ്ടായാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നൈഷ്ഠികം ഓപ്ഷൻ ബി ആണ് ശരിയായ പദം. അടുത്ത ചോദ്യം, ഘടകപദങ്ങളാക്കുക. വെള്ളില വള്ളി. വെള്ളില വള്ളി ഘടകപദമാക്കിയാൽ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ വെള്ളി നിറത്തിലുള്ള വള്ളി, ഓപ്ഷൻ ബി വെള്ളിലകളുടെ വള്ളി, ഓപ്ഷൻ സി വെള്ള നിറത്തിലുള്ള വള്ളി, ഓപ്ഷൻ ഡി വെള്ളിയില പോലുള്ള വള്ളി. വെള്ളില വള്ളി ഘടകപദമാക്കിയാൽ എങ്ങനെ എഴുതാമെന്നതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വെള്ളിലകളുടെ വള്ളി. വെള്ളില വള്ളി ഘടകപദമാക്കിയാൽ വെള്ളിലകളുടെ വള്ളി എന്നാണ് എഴുതുന്നത്. വെള്ളിലകളുടെ വള്ളി. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പദമേതെന്ന് കണ്ടെത്തണം. കൈയക്ഷരം അല്ലേ? കൈയക്ഷരം ഒരുപാട് തവണ പ്രീവിയസ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് കൈയക്ഷരം. ഇത് ഏതാണ് ശരി? ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന വയ്ക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, കൈയക്ഷരം. ജസ്റ്റ് യാ എന്ന് മതി, കൈ യാ അക്ഷരം കേട്ടോ. കൈ അക്ഷരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്, ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, മാനുഷി സമാന പദം എഴുതുക. ഇപ്പോൾ മാനുഷി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് ബുദ്ധി, അഭിലാഷം, മാനിക്കപ്പെട്ടത്, സ്ത്രീ. ഇതിലേതാണ് മാനുഷി എന്നതിൻ്റെ സമാന പദം? സ്ത്രീയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്ത്രീയാണ്. മാനുഷി എന്നതിൻ്റെ സമാന പദം സ്ത്രീയാണ്. മാനുഷി, സ്ത്രീ.
ഇപ്പോൾ മാനുഷി എന്നതിൻ്റെ സമാന പദം സ്ത്രീയാണ്, സ്ത്രീ. ഇനി ഓപ്ഷൻ എ നോക്കിയേ, ബുദ്ധി. മനീഷ, മനീഷ എന്നതിൻ്റെ അർത്ഥമാണ് ബുദ്ധി കേട്ടോ. മനീഷ, അത് കൂടി ഒന്ന് നോട്ട് ചെയ്തോണം. മാനുഷി എന്നതിൻ്റെ അർത്ഥം സ്ത്രീ. ഇനി മനീഷ എന്നാണെങ്കിലോ, മനീഷ എന്നതിൻ്റെ അർത്ഥം ബുദ്ധിയാണ് കേട്ടോ, ബുദ്ധി. അതൊരു ഓപ്ഷൻ ബി. അഭിലാഷം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആഗ്രഹം കേട്ടോ, അഭിലാഷം, ആഗ്രഹം. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. മടിശീല. മടിശീല പിരിച്ചെഴുതിയാൽ അങ്ങനെ എഴുതാം? മടിശീല പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. മടി പ്ലസ് ശീല, മടി പ്ലസ് ശീലയാണ് മടിശീല. ചേർത്ത് എഴുതുമ്പോൾ ശ ഇരട്ടിയും കേട്ടോ. മടി പ്ലസ് ശീലയാണ് മടിശീല. ഓക്കെ. ഇപ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കൈയക്ഷരം അതുപോലത്തെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം ഇതുപോലെ ഒരുപാട് വീഡിയോസ്, മലയാളത്തിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടുപോകാം. ഓക്കെ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.